ആകാശവാണി കർമ്മയോഗം. രചന NM പത്മിനി ചെട്ടിക്കുളം. സംവിധാനം മാത്യു ജോസഫ്. ശബ്ദം നൽകുന്നവർ മങ്കയം രാഘവൻ, മുഹമ്മദ് പേരാമ്പ്ര, രവിശങ്കർ ബേപ്പൂർ, വിനോദ് കീഴടത്ത്, നീരജ് കെ, അവിനാഷ് കാവാട്ട്, ഇ ഭവിത് ലാൽ, EV സിന്ധു, സജ്ന സുഗന്ധി, സുരാഗി കെ, അഖിൽജിത്ത് ഷാജു. കർമ്മയോഗം. ഇതെന്താ ടീച്ചർ കുട്ടിയെ ഇന്ന് നേരത്തെ സ്കൂൾ വിട്ടാ? സ്കൂള് വിട്ടിട്ടില്ല, ഞാനൊരു പീരീഡ് നേരത്തെ പോന്നതാ വാപ്പച്ചിയെ. എന്താ സുഖമില്ല എനിക്ക്? എന്തോ ഒരു തലവേദന പോലെ. ഡോക്ടറെ അടുത്ത് പോണോ മോളെ? ബാപ്പിച്ച് വരാ. അയ്യോ വേണ്ട വേണ്ട, ഇതൊരു 5 മിനിറ്റ് കിടന്നാ മാറിക്കോളും. കുട്ടികളോട് തൊള്ളയും പൊളിയും കൂട്ടണ്ടേ വൈകുന്നേരം വരയ്ക്കൂല്ലേ? ഏയ് ഇപ്പൊ അടിയും പിടിയും ഒന്നും വേണ്ട വാപ്പച്ചി. എല്ലാവരും നല്ല കുട്ടികളാണ്. സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് അവരെ ശിക്ഷിക്കാൻ പറ്റൂ. ഓ, കാലം മാറി. ഇതാ അപ്പം നന്നായി. നമുക്കറിയോ, പണ്ടൊക്കെ വലിയ ചൂരിലായിട്ടാ മാസന്മാർ നടക്കുക. ഇന്റെ ഡെസ്മ കാറ്റി നിർത്തിയിട്ട് എത്ര അടി ബാപ്പച്ചിന്റെ കാലിന്റെ മുട്ടിന് കിട്ടിയെന്നറിയാം എനിക്ക്. അന്നൊക്കെ ആ മാഷന്മാർ മയ്യത്താകാൻ വേണ്ടിയിട്ട് പള്ളിയിലെ നേർച്ചക്കുറ്റിയിൽ നമ്മൾ പൈസ ഇട്ടിട്ട്. അയ്യോ, പക്ഷെങ്കിൽ ഓരാരും ഒട്ട് മയ്യത്തായിട്ടുമില്ല. അല്ല, അത് ഓരോരു ആയുസിന്റെ വലിപ്പം തന്നെയാന്ന് കൂട്ടിക്കോളി. അതൊക്കെ പോട്ടെ മോളെ, അച്ഛനെ കാണില്ലല്ലോ. മാസ്റ്ററാണ് ഇവിടെ ആദ്യം എത്തുന്ന ആള്. ഇന്ന് ബാപ്പയ്ക്ക് അച്ഛന് തോൽപ്പിച്ചു. ആ വാപ്പച്ചി, ഇതെന്താ ഈ പൊതിയില്? ഇതാണ് മോളെ ഹിക്മത്ത് എന്ന് പറയുന്നത്. ആൾക്ക് മനസ്സിലായില്ലേ? സമയം കൊല്ലി എന്ന് വെച്ചാല് കടല. ഒരു പിടി തിന്നോളി. ആ മതി 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 വാപ്പച്ചിയെ. ആഹാ, നല്ല ചൂടുള്ള കടല. മോളൂട്ടിയെ, നമ്മൾ ഇതും കുറച്ച് നാട്ടുവാർത്താനവും പറഞ്ഞ് 8, 8:30 മണിവരേക്കും ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിലെ പോണോൾക്കും വരണോൾക്കും ഒക്കെ കൊടുക്കുകയും ഓരോ പിടി. അതൊക്കെ ഒരു രസമോളെ. ഇങ്ങനെ എത്ര കാലം കഴിയുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും അവിടുന്ന് വിളി വരണവരേക്കും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും. നോക്കൂ വാപ്പച്ചിയെ, എനിക്കിതൊന്നും കേൾക്കാൻ തീരെ ഇഷ്ടമല്ല. ആയിക്കോട്ടെ, എന്നാൽ ഇനി ബാപ്പയ്ക്ക് പറയൂല പോരെ? മതി മോളെ. ഈ 3 വയസ്സന്മാരും മാത്രമല്ല മോളെ, ഈ നാട്ടിലെ ചെറുപ്പക്കാർ കുട്ടികളും ഉണ്ടാകും ഇവിടെ. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ഇവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് മാസ്റ്റർ. അതെന്തൊക്കെയാ? പറഞ്ഞുതരാം. നമ്മൾ മാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ ഒരു നല്ല വൃത്തിയായിട്ട് ചെയ്യും. അപ്പോഴോ ഇതിലൂടെ മൂക്കും വായും പൊട്ടിപ്പിടിക്കാണ്ട് ആർക്കെങ്കിലും പോകാൻ പറ്റുമായിരുന്നു. അത് ശരിയാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ ചെടിയും പൂക്കളും പാറിപ്പറക്കണ പൂമ്പാറ്റീനും ഒക്കെ കാണുമ്പോ ഈ നാട്ടിന്റെ മനസ്സിൽ നന്മ പറ്റിയിട്ടില്ലാന്ന് ഒരു തോന്നൽ. അത് ശരിയാ വാപ്പച്ചി, അതാരും സമ്മതിച്ചു പോകും. ഇതൊക്കെ മാസ്റ്ററുടെ കഴിവ് തന്നെയാ മോളെ. അറിയാ, സ്വന്തം വീട്ടില് പറ്റാത്ത ഐക്ക് മുഴുവനും വലിച്ചെറിയുന്ന സ്ഥലയിനിവിടെ. ഇപ്പോ ഓലൊക്കെ മാസം കണ്ട അന്നേരം സലാം പറയും. അതൊക്കെ കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെയാ മോളെ. പറഞ്ഞു തീർന്നില്ല, മാത്രം എത്തിയല്ല. അച്ഛാ, കീത്തു മോളെന്ത് നേരത്തെ? ഞാനൊരു പീരീഡ് നേരത്തെ പോന്നു അച്ഛാ. അച്ഛൻ ചായ കുടിച്ചോ? പിന്നെ അച്ഛൻ കുടിച്ചു. മോക്ക് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ശരി അച്ഛാ. വാപ്പച്ചിയെ, ഞാൻ നടക്കട്ടെ? ചരയിച്ചു പോണേ. എന്തായാലും നന്നായി മാഷെ. വീട്ടില് മറ്റാരുമില്ലല്ലോ ഇതൊക്കെ ചെയ്യാൻ. അല്ല, നമ്മളെ മാധവനെ കാണുന്നില്ലല്ല? മാധവട്ടം വരും, വരാതിരിക്കില്ല. പാവം, ഈ 75-ാം വയസ്സിലും വിശ്രമില്ലാത്ത മനുഷ്യനാ മാധവൻ. മക്കളെ കഷ്ടപ്പെട്ട് പോറ്റി വലുതാക്കി. ഇപ്പോ മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുക മൂപ്പര്. രാവിലെയും വൈകുന്നേരവും അംഗനവാടിയിലും നഴ്സറിയിലും സ്കൂളിലായിട്ട് അങ്ങനെ നടക്കുക. അത് മാത്രമല്ല, മരുമോള് പറയുമ്പോ മീൻ വാങ്ങാൻ പോണം, ധാന്യങ്ങൾ പൊടിക്കണ മില്ലിൽ പോണം, അങ്ങനെ 100 കൂട്ടം പണിയാ മൂപ്പർക്ക്. പക്ഷേ വയസ്സുകാലത്ത് എല്ലാ അച്ഛനമ്മമാരുടെയും ഗതി ഇത് തന്നെയാ. ഈ ഗതികയിൽ നിന്ന് നട്ടം തിരിയുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ബീരാൻക, അദ്ദേഹത്തിന്റെ മകനെ അരവിന്ദൻ, അവൻ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം നമുക്ക്. മാസ്റ്റർക്കറിയോ, കുടുംബത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായ കാലത്ത് രക്ഷിതാക്കൾക്ക്
മക്കളെ കുറിച്ചൊരു വേവലാതിയും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ശരിയാണ് മൊയ്തീൻക. ഇപ്പൊ വീട്ടിൽ മക്കള് കുറവാണെങ്കിലും രക്ഷിതാക്കൾക്ക് ആദ്യ കൂടിയിരിക്കുക. ഉപദേശിച്ചു മക്കളെ നന്നാക്കാനുള്ള വഴി തേടുകയാണ് രക്ഷിതാക്കള്. കൂടുതൽ ഉപദേശിക്കുമ്പോ മക്കള് കയ്യിൽ നിന്ന് വൈകി പോകുന്ന കാഴ്ചയെ അവർ കാണേണ്ടി വരും. അല്ല, മാസ്റ്റർ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല മൊയ്തീൻക, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് എല്ലാവരും ദുഃഖിതരാണ്. മാധവേട്ടനാണ്. ഹലോ മാധവേട്ട, എന്തു പറ്റി? അതെയോ? ഓ സാരമില്ല, വൈറൽ ഫീവർ ആയിരിക്കൂ. പേടിക്കാനൊന്നുമില്ലെന്നേ. പനിക്ക് പട്ടിണിയും റെസ്റ്റുമാണ് വേണ്ടത്. അതെ, മൊയ്തീൻക്കാണ് ആദ്യത്തേത്. അങ്ങോട്ട് വരാനോ? ആയിക്കോട്ടെ. ശരി, പെട്ടെന്ന് തന്നെ വരാം. എന്താ മാഷേ, എന്താ ഓന് പറ്റിയേ? മാധവേട്ടന് പനിയാണത്രേ. അല്ലാ, ഒന്ന് അവിടെ എത്തണമെന്നാ പറഞ്ഞത്. പെട്ടെന്ന് ചിലപ്പോഴേ ഒന്നും ഉണ്ടാവില്ല. കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടാ മാധവേട്ടന്റെ കാര്യം. ശരി, ഞാൻ മാധവേട്ടനെ കണ്ടിട്ട് വേഗം വരാം. ആടെ നിൽക്കുന്നു, ഞമ്മള് പറഞ്ഞുകൂടെ? എന്നാ ശരി, നമുക്ക് ഇറങ്ങാം. മാഷേ, ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായി. ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞല്ലോ നിങ്ങള്. അതെവിടെയാന്ന് മാത്രം പറഞ്ഞിട്ടില്ല ഇതുവരെ. പറയാം. എന്നാ അങ്ങ് പറഞ്ഞുകൂടിന്ന്. അതെ, പെരുവഴിയിൽ നിന്ന് ഒരു പുതുവഴിയിലേക്ക്, നവജീവിത സംഗമത്തിലേക്ക്, ജന്മസാഫല്യത്തിലേക്ക്, ഇതിനൊക്കെ വേണ്ടി ക്ഷണിക്കാന്. അതെ, ക്ഷണിക്കാനാണ് പോകുന്നത്. യാഹ്ലവലാക്കുവത്തില്ലാവില്ല, ഒരു പിടി ഞമ്മക്ക് കിട്ടിയില്ലേ? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഓർക്ക് മാത്രമാണോ ക്ഷണതോ? അല്ല, എല്ലാവർക്കും ക്ഷണമുണ്ട്. ആദ്യത്തെ ക്ഷണം അവർക്കാണ്. അവരത് സ്വീകരിക്കുമെങ്കിൽ ഒരു സൗഹൃദ സംഗമവും ഉണ്ടാവും. ഓരോ ജന്മത്തിനും, അത് മനുഷ്യനായാലും മൃഗമായാലും, ഒരുപാട് കർമ്മങ്ങളില്ലേ ചെയ്തു തീർക്കാൻ മൊയ്തീൻക. ശരിയാ. അതിലൊന്നാണിത്. ഒരു പ്രതികരണത്തിനും കാതോർക്കാതെ പോവുകയാണ്. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എനിക്ക്. നല്ല പട്ട് കേസ്. അല്ലാതെന്താ? എല്ലാ ഈ കുഴപ്പം പിടിച്ച പണിക്ക് എന്തിനാ മാഷേ പോകുന്നത്? ക്ഷണിക്കാന്. ക്ഷണിച്ചിട്ട് വന്നോല് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോകും മാഷേ. അപ്പോഴും ഞമ്മളൊക്കെ തന്നെ ഉണ്ടാകൂ ഈ ആൾത്തറേന്റെ മുകളിൽ ഇരിക്കേ. മൊയ്തീൻക, ക്ഷണിക്കുന്നതേ വിരുന്നുകാരെ അല്ല, വീട്ടുകാരെയാണ്. അപ്പൊ അങ്ങനെ ഒരു ക്ഷണിത ഉണ്ടായി ദുനിയാവില്. ഉണ്ടായിക്കും. എന്നാല് ഭരണത്ത് വെച്ച് തന്നെ കാണാം നമുക്ക്. അതാ കണ്ണിനപ്പം ഇതൊക്കെ എത്തിയല്ലോ. മൊയ്തീൻക, മാധവട്ടം വിളിക്കുന്നുണ്ട്. ഇറങ്ങാം നമുക്ക്. എന്നാ നമുക്ക് പോവാം. ശരി. ഇന്നലെ അലാറം വെക്കാൻ ഞാൻ മറന്നുപോയി മോളെ. എന്നെ ഒന്ന് വിളിക്കാതെ നീ എഴുന്നേറ്റ് വന്നു അല്ലേ? അച്ഛൻ കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയല്ലേ? ഇത് ശരിയായില്ല കീത്തു. അച്ഛൻ പരിഭവിക്കാൻ മാത്രം ഒന്നുമില്ല. ഇവിടെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ചായ മാത്രമേ തിളച്ചിട്ടുള്ളൂ. അരി വെന്തിട്ടില്ല, ദോശ ചുട്ടിട്ടില്ല, തേങ്ങ ചിരവിയില്ല. പിന്നെ പച്ചക്കറികളൊക്കെ കണ്ടില്ലേ, ഇന്നലെ വെള്ളത്തിലിട്ട പോലെ തന്നെയുണ്ട്. ഒന്നും നുറുക്കിയിട്ടില്ല. എല്ലാം അച്ഛനുള്ള ജോലികളാണ്. പിന്നെന്താ? വീട്ടിലുള്ളവരെ വിളിച്ചുണർത്താതെ തനിച്ച് എഴുന്നേറ്റ് വന്ന് പണി തുടങ്ങിയിരിക്കുക നീ. ഇപ്പോഴത്തെ കാലം നിനക്കറിയാലോ. ആരെങ്കിലും ഒന്ന് വെറുതെ പേടിപ്പിക്കാൻ നോക്കിയാല്. അപ്പൊ അതാണ് കാര്യം. എന്റെ അച്ഛ, പതിവില്ലാത്ത എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട ഒരൊറ്റ വിളിയല്ലേ വേണ്ടൂ. അച്ഛനും ഏട്ടനും ഇല്ലേ എന്റെ കയ്യെത്തും ദൂരത്ത്. പിന്നെ ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്ത രാഘവൻ മാഷിന്റെ മകൾക്ക് ഈ നാടിന്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാവില്ലേ അച്ഛാ? മോളെ, ഈ സായം സന്ധ്യയുടെ പോക്കുവേലിൽ നിന്നുകൊണ്ടാണെങ്കിലും മക്കൾക്ക് സുരക്ഷയുടെ കാവൽക്കാരനാകാൻ അച്ഛൻ ആഗ്രഹിച്ച് തെറ്റാണോ? അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അച്ഛാ. അച്ഛൻ വെറുതെ പ്രയാസപ്പെടുകയാണ്. മക്കളെ ഓർത്ത് ഒരു പ്രയാസവും ഈ അച്ഛനില്ലെന്ന് പറയാൻ കഴിയോ നിനക്ക്? ഏട്ടനെ ഓർത്താണ് അച്ഛൻ പറയുന്നതെന്ന് എനിക്കറിയാം. ഏട്ടൻ എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ. ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഒരു കുറ്റബോധം ഏട്ടന്റെ വാക്കുകളിൽ ഞാൻ അറിയുന്നുണ്ട്. നിറവേറ്റപ്പെടാൻ കഴിയാത്ത കടപ്പാടുകൾക്ക് മുമ്പിൽ ആ മനസ്സ് തേങ്ങുന്നതും എനിക്കറിയാം. അച്ഛന്റെ 3 മക്കളിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളല്ലേ അച്ഛാ ഏട്ടൻ. അച്ഛന്റെ ഒരേ ഒരു വിളി, അതിന് കാതോർത്തിരിക്കുകയാണ് ഏട്ടൻ. വിശ്വസിക്കണം അച്ഛൻ. ജീവിതഭ്യതകൾ കണ്ണീരിന് വഴിമാറിക്കൊടുത്തപ്പോഴും മക്കളുടെ വ്യക്തിത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല മോളെ അച്ഛന്. പക്ഷേ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൈപിടിച്ച് സധൈര്യം കയറി വരാതെ അനാഥത്വത്തിന്റെ ദുഃഖവും പേറി ഇറങ്ങിപ്പോയില്ലേ അവൻ. ഈ അച്ഛനെ അങ്ങനെ ശിക്ഷിക്കണമായിരുന്നോ?
അച്ഛനെ നേരിടാനുള്ള വിഷമം കൊണ്ടാവാ അച്ഛ ഏട്ടൻ അങ്ങനെ ചെയ്തത്. ഒപ്പം സുഹൃത്തുക്കളുടെ ഉപദേശമായിരിക്കാം. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആത്മബലമില്ലാത്തത് കൊണ്ടല്ലേ അവൻ ആൾബലം തേടിപ്പോയത്. പിന്നെ സൗഹൃദം അതൊരു സാധ്യതയാണ്. പക്ഷേ അത് മറ്റുള്ളവർക്കൊരു ബാധ്യതയാവരുത്. രാഘവൻ മാഷിന്റെ മകന് പിഴച്ചതും അവിടെയായിരുന്നു. ഇന്ന് നീയും അച്ഛനെ പ്രയാസപ്പെടുത്തി മോളെ. ഞാനോ? നിങ്ങളുടെ അമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഭാരം എനിക്കുണ്ടാകുമായിരുന്നില്ല. പക്ഷേ പോയിക്കളഞ്ഞു അവൾ. ആ ഒരു കാര്യം മാത്രം അനുസരിച്ചില്ല അവൾ. ഞാനില്ലെങ്കിലും നിങ്ങളെ വേണ്ട വിധത്തിൽ വളർത്താനും ചേർത്തു നിർത്താനുമുള്ള വൈഭവം ശാരദയ്ക്കുണ്ടായിരുന്നു. ശ്രേഷ്ഠമായ കർമ്മപഥത്തിലൂടെ മാത്രം സഞ്ചരിച്ച അവളുടെ നിയോഗം മറ്റൊന്നായി പോയി. അച്ഛാ, അമ്മയെ ഓർക്കുന്ന നിമിഷം മുതൽ തുടങ്ങും അച്ഛന്റെ പ്രയാസങ്ങൾ. അമ്മയുടെ ആയുസ്സിന് നമ്മൾ കൊതിക്കാഞ്ഞിട്ടല്ലോ അച്ഛാ. മോളെ, കാലം നിറം ചാർത്തിയ ആ വേദിക്ക് കർട്ടനിട്ടപ്പോ അച്ഛാ, അവിടെ അച്ഛന്റെ ജീവിതത്തിന്റെ അരങ്ങുകൂടി തകരുകയായിരുന്നു മോളെ. അന്ന് ഈ ശിഷ്ട ജീവിതത്തിന് വിധി സമ്മാനിച്ചത് ജീവിക്കാനുള്ള അവസരം മാത്രമായിരുന്നില്ല, നൊമ്പരങ്ങളുടെ മഹാസ്ഫോടനവും കൂടിയായിരുന്നു. അച്ഛാ, അമ്മ എവിടെയും പോയിട്ടില്ല. നമ്മളെ വിട്ടുപോകാൻ അമ്മയ്ക്കാവില്ല. മോളെ, ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോഴും അടുക്കളയിൽ അമ്മയുള്ളത് പോലെ തോന്നി. അന്ന് ഒരിക്കലും ഉണരാത്തൊരു ഉറക്കത്തിനായി അച്ഛൻ കൊതിച്ചിരുന്നു മോളെ. പക്ഷേ മക്കൾക്ക് വേണ്ടി ഉറങ്ങാതിരിക്കണമെന്ന അവളുടെ അവസാന യാചന ആ ചലനമറ്റ മുഖത്തുനിന്ന് അച്ഛൻ വായിച്ചെടുത്തു. എന്നാൽ ഇന്ന് മക്കൾ ഉറക്കം നഷ്ടപ്പെട്ടവരാണെന്നറിയുമ്പോ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? ജീവിതത്തെപ്പറ്റി ഒരു ദുഃഖം എനിക്കില്ല അച്ഛാ. പിന്നെ എന്താണ് നീ ഇന്നലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ ഞാൻ മറന്നുപോയതാണ്. അല്ല, ഇന്നലെ മാത്രമല്ല, 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. രാത്രി 12 മണി കഴിഞ്ഞാലും ലൈറ്റ് അണയ്ക്കാതെ നീ ഉറങ്ങാതിരിക്കുന്നു. എന്ത് വിഷമമാണ് കുട്ടി നിനക്കുള്ളത്? അച്ഛൻ പറഞ്ഞത് ശരിയാണ്. മനസ്സിന് എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ. ഒന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല അച്ഛാ. കാര്യമെന്താണെന്ന് പറയൂ കുട്ടി. അത് ക്ലാസ്സിൽ ഇടയ്ക്കൊക്കെ ലീവാക്കുന്നൊരു കുട്ടിയുണ്ടച്ഛാ. ആഹാ. SSLC പരീക്ഷയല്ലേ വരുന്നത്. ക്ലാസ് അറ്റൻഡ് ചെയ്താലല്ലേ അവന് നന്നായി പരീക്ഷ എഴുതാൻ പറ്റൂ. അതെ, പഠിക്കാനും വളരെ മിടുക്കനാണച്ഛാ അവൻ. പക്ഷേ പിന്നെ എന്താണ് മോളെ ഒരു പക്ഷേ? 3 ദിവസമായി അവൻ ക്ലാസ്സിൽ വന്നിട്ട്. ആയിക്കോട്ടെ, എന്തെങ്കിലും അസുഖമുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അയ്യോ, അതൊന്നും അല്ല അച്ഛാ. പിന്നെ അത് അന്ന് ക്ലാസ് ടെസ്റ്റ് സമയത്ത് അവൻ ഉറങ്ങുകയായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കയ്യിലിരുന്ന ചോക്ക് കഷ്ണം കൊണ്ട് ഞാൻ അവനെ എറിഞ്ഞു. ഓഹോ. ഞെട്ടി ഉണർന്നപ്പോ കുട്ടികളെല്ലാരും ചേർന്ന് ചിരിക്കുന്നതാണ് അവൻ കണ്ടത്. അച്ഛാ, അതവനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരിക്കും. പരീക്ഷ എഴുതാതെ ഒന്നും പറയാതെ അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കുറ്റബോധം കൊണ്ടാവാം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കീത്തു, നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഗുരു എന്നത് അസാധാരണ വീര്യമുള്ള പദമാണ്. കുട്ടികളുടെ മുന്നിൽ താൻ ആരുമല്ല എന്ന തിരിച്ചറിവുള്ളവരാണ് ഗുരുനാഥരായി മാറേണ്ടത്. സ്വാർത്ഥതയും അഹംബോധവും അഴിച്ചുവെക്കേണ്ടവരാണ് നമ്മൾ അധ്യാപകർ. അവരുടെ ശബ്ദങ്ങളിൽ നിന്ന് പോലും കുട്ടികളിലേക്ക് ഊർജം പ്രവഹിക്കപ്പെടേണ്ടതുണ്ട്. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. പക്ഷെ അച്ഛൻ, ഞാൻ സന്ദീപിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇല്ലായിരിക്കാം. നീ ചെയ്തതാണ് തെറ്റ്. ഒരു അധ്യാപകന് സമൂഹത്തോട്, ഭാവി തലമുറയോട് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. ഓരോ കുട്ടിയുടെയും ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അധ്യാപകർ നമ്മൾ അറിഞ്ഞിരിക്കണം. രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാവാൻ, അവരിൽ മനുഷ്യസ്നേഹവും സാമൂഹ്യ ബോധവും വളർത്തിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടവരാണ് അധ്യാപകർ. അച്ഛനമ്മമാരിൽ നിന്നും കിട്ടുന്ന ആദ്യ പാഠങ്ങൾക്കുപരി അവരെ നല്ല വ്യക്തിത്വങ്ങൾക്കുടമകളാക്കാൻ അധ്യാപകർക്ക് കഴിയണം. അങ്ങനെയല്ലാത്തവർ ശമ്പളം വാങ്ങുന്ന വെറുമൊരു തൊഴിലാളി, ഒരു എംപ്ലോയി മാത്രമായിരിക്കും. അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും നീ അങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. കുട്ടികളോട് ഇടപഴകുമ്പോ ചില മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും വേണം. അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. മോളെ, നീ കരയണ്ട. സമൂഹം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അധ്യാപകൻ. ശിഷ്യസമ്പത്തിനേക്കാൾ വലിയ എന്ത് ധനമാണ് മോളെ ഒരു അധ്യാപകന് വേണ്ടത്? കിത്തു, ഒന്നുമില്ലാത്തവന്റെ പെരുമാറ്റത്തിൽ നിവൃത്തികേടിന്റെ അടിവരയുണ്ടാകും.
അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടാവണം അധ്യാപകർക്ക്. ഒന്നും ആലോചിക്കാതെ നീ പ്രവർത്തിച്ചു. ഒരു മൃദു സമീപനം ആ കുട്ടിയോട് നീ കാണിച്ചിരുന്നെങ്കിൽ ഒരു വ്യക്തി വൈശിഷ്ട്യത്തിന്റെ പിൻബലം നിനക്കുണ്ടാകുമായിരുന്നു. പക്ഷേ നിനക്ക് നഷ്ടമായതും അതാണ്. ഞാൻ അതൊന്നും ചിന്തിച്ചിരുന്നില്ല അച്ഛാ. അവിടെയാണ് മോളെ നിനക്ക് തെറ്റുപറ്റിയത്. നിന്റെ മനസ്സ് വായിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. നിനക്കോ? ചിലർക്ക് സമ്പത്ത് കിട്ടിയാൽ ആരെയും കൂടെ കൂട്ടില്ല. അധ്യാപനം എന്ന സമ്പത്തിന്റെ ഉടമയാണ് നീ. ആ പൂർണ്ണതയ്ക്ക് ഓരോ കുട്ടിക്കും പ്രാധാന്യമുണ്ട്. വിദ്യാർത്ഥികളില്ലെങ്കിൽ പിന്നെ അധ്യാപകരുണ്ടോ മോളെ? ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല അച്ഛാ. ഒരു കാര്യം കൂടി ഈ അച്ഛൻ പറഞ്ഞോട്ടെ. നിന്റെ ഓർമ്മയിൽ അതെന്നും ഉണ്ടാകണം. ഒപ്പം നിൽക്കാൻ ശേഷി കുറഞ്ഞവരെയും ത്രാണിയില്ലാത്തവരെയും ചേർത്തു നിർത്തുന്നവരാണ് മഹാത്മാക്കൾ. തനിച്ചു നിൽക്കാൻ കഴിവുണ്ടായിട്ടും അവരെയും കൂടി ചേർത്ത് നിർത്താൻ മനസ്സ് കാണിക്കുന്നവരാണ് മഹാനുഭാവർ. മോളെ, കൂടെ നടക്കാനും കൈപിടിക്കാനും ആളുകൾ ഉണ്ടാവുമ്പോ ഏതൊരാളുടെയും ആദ്യത്തെ തെറ്റ് അവസാനത്തേതുമായി മാറും. തീർച്ച. വിമർശനങ്ങളല്ല, വീഴ്ചകളിലെ കരുതലും സ്നേഹത്തോടെയുള്ള തിരുത്തലുകളുമാണ് വേണ്ടത്. അച്ഛന് ഇത്രയും പറയേണ്ടി വന്നില്ലേ എന്നോട്? ഇനി ഒരു കുട്ടിയോടും ഞാൻ... മോളെ, ശാസന കൂടിയേ തീരൂ. അത് സ്നേഹത്തിന്റെ ഭാഷയിലാവണമെന്ന് മാത്രം. ഇന്നെന്താ ഈ വീട്ടില് എല്ലാവർക്കും നേരത്തെ നേരം വെളുത്തോ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ല, ഞായറാഴ്ചയല്ലേ? എന്നിട്ടെന്താ ഇന്ന് ഈ അടുക്കളയിൽ ഇത്ര തിരക്ക്? ഇതെന്താ കീത്തു, ആരും ഒന്നും മിണ്ടാത്തത്? ഒരുമാതിരി റിഹേഴ്സൽ ക്യാമ്പിൽ കരണ്ട് പോയ പോലെ. ഷോ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയൂന്നേ. മോനെ, ഇവൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലത്രേ. അതേപ്പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ അവസ്ഥയിലെത്തി. ഇപ്പോ ആകെ മൂഡ് ഔട്ട് ആയിരിക്കുകയാണ്. ഓ, അത് ശരി. കീത്തു ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അച്ഛനും ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ല അച്ഛാ? അതെന്തേ കീത്തു, ആൻസർ പേപ്പർ നോക്കാനുണ്ടായിരുന്നു? നീ എന്താ പെണ്ണെ ഒന്നും മിണ്ടാത്തത്? എടി കീത്തു, ഉറങ്ങാത്തത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട് നിന്റെ മുഖത്ത്. പോയി കുറച്ചു നേരം കിടക്ക്. ആ പിന്നെ, ഇന്ന് ഇവിടെ ആർക്കും എവിടെയും പോകാനൊന്നുമില്ല. ഇന്ന് ഒരു 8 മണിക്കൊക്കെ മതി ബ്രേക്ക്ഫാസ്റ്റ്. എന്തേ അച്ഛാ? പിന്നെ അതല്ല ഗിരി കാര്യം. ക്ലാസ്സിലെ പരീക്ഷാ സമയത്ത് ടീച്ചറുടെ കുട്ടി ഉറങ്ങിപ്പോയെന്നോ, അവനെ ചോക്കുകൊണ്ട് എറിഞ്ഞെന്നോ, അവൻ പിന്നെ 2 ദിവസം ക്ലാസ്സിൽ വന്നിട്ടില്ലെന്നോ ഒക്കെയാണ് ഇവളുടെ പ്രശ്നങ്ങള്. ഉറക്കം വരാതെ അങ്ങനെയാണ് ഇവള് നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയത്. 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നു ഞാൻ. രാത്രി 12 മണി കഴിഞ്ഞാലും ഇവൾ ലൈറ്റ് അണയ്ക്കുന്നില്ല റൂമിൽ. അപ്പോൾ കാര്യം നിസ്സാരമാണെങ്കിലും പ്രശ്നം ഗുരുതരമാണ് അല്ലേ അച്ഛാ? അതെ, പ്രശ്നം ഗുരുതരമാക്കിയത് ഇവൾ തന്നെയാണ്. അവൻ ക്ലാസ്സിലെത്തുമെന്ന് കരുതി 2 ദിവസം ഞാൻ കാത്തിരുന്നു. കർമ്മമില്ലാത്ത കാത്തിരിപ്പ് നിരർത്ഥകമാണ് മോളെ. ഏട്ടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈശ്വരൻ സത്യം. കീത്തു, ഓരോ മനുഷ്യനും ഓരോ കർമ്മങ്ങളുണ്ട് അനുഷ്ഠിക്കാൻ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈശ്വരനെ പ്രതി ചേർത്തിട്ട് എന്ത് കാര്യം? തളർന്ന മനസ്സുകൾക്ക് ഈശ്വരൻ ഒരു പ്രതീക്ഷയല്ലേ അച്ഛാ? അതെ, അത് പ്രയത്നശാലികൾക്ക്. അതും പാതിയെ ഈശ്വരൻ അനുവദിക്കൂ. പാതി സ്വയം നിർമ്മിക്കേണ്ടതാണ്. തന്റെ കടമ നിർവഹിക്കാത്തവർക്ക് പഴി പറയാനുള്ള ഒരു ഇടനിലക്കാരനല്ലല്ലോ ദൈവം. ആ അച്ഛാ, എനിക്ക് തോന്നുന്നതേ ആ കുട്ടിയുടെ വീട്ടിൽ പോയി നേരിട്ട് കണ്ട് വരാൻ പറയുന്നതാവും നല്ലത് എന്നാണ്. ആ കീത്തു, നീ വിഷമിക്കാതിരിക്കടി കേട്ടോ. ആ നിനക്ക് ആ കുട്ടിയുടെ വീട് എവിടെയാണെന്നറിയോ? അറിയേട്ടാ, ബീച്ച് റോഡിനടുത്താണ്. ഞാൻ കുട്ടികളോട് ചോദിച്ചറിഞ്ഞതാണ്. ഓഹോ, അത് ശരി. എന്നാല് ഇനിയിപ്പോ തിങ്കളാഴ്ച അവൻ വന്നില്ലെന്ന് വെക്കുക. അപ്പോ അവനെ കാണാൻ ഗിരിയേട്ടൻ തന്നെ പോകാം അവന്റെ വീട്ടിലേക്ക്. എന്തേ, മോൾക്ക് സമാധാനമായില്ലേ? തോൽക്കാതെ വിജയിക്കുന്നവർക്ക് വിജയം ആസ്വദിക്കാനാവില്ല കീത്തു. വയറ് നിറഞ്ഞവന് വിശക്കുന്നവന്റെ തത്വശാസ്ത്രം മനസ്സിലാവില്ല മോനെ. ഏട്ടാ, ഈ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ? ഓ അച്ഛാ,
ഒന്ന് മതിയാക്കു അച്ഛാ. അവളെ ഒന്ന് വെറുതെ വിട്ടേക്ക് പ്ലീസ്. അവളൊന്ന് കുറച്ച് വിശ്രമിക്കട്ടെ. അവളുടെ എല്ലാ ടെൻഷനും ഒന്ന് മാറട്ടെ. ആ കീതു, ആ പിന്നെ ഈ അടുക്കളയിലെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. എന്തേ അച്ഛാ? പിന്നെ വേണ്ട ഏട്ടാ, വേണ്ട, ഞാൻ ചെയ്തോളാം. എടി കീതു, പറഞ്ഞത് കേട്ടില്ലേ? അതെ, ടീച്ചർക്കോ അനുസരണയില്ല, പിന്നെ കുട്ടികളുടെ കാര്യമൊക്കെ പറയണോ അല്ലേ അച്ഛാ? എടി കീതു, നിന്നോട് പറഞ്ഞില്ലേ നീ ദോഷമാവാടോ വെക്ക്. നടക്കടി പെണ്ണേ, വേണ്ട, നിന്നോടാ പറഞ്ഞ നടക്കാൻ. ചെയ്തോളാം, വേണ്ട. വാടി ഇങ്ങോട്ട്. നീ ഒരു തൊട്ടാവാടി പോലെ ആയിപ്പോയല്ലോടി. ഒരു വലിയ ടീച്ചറാണ് പോലും. മോളെ കീതു, അച്ഛനെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് മാത്രം കരുതിയാൽ മതി. ആ മോള് പോയി കിടക്ക്, സ്വസ്ഥമായി കിടന്നു. ചെല്ല്. അല്ല, അച്ഛൻ പച്ചക്കറി ഒക്കെ മുറിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. അച്ഛാ, കീത്തൂന് നല്ല വിഷമമുണ്ട്, പാവം കിടക്കുക. ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ പശ്ചാത്തപിക്കട്ടെ അവൾ. പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായച്ചിത്തം എന്തുണ്ട് ഗിരി? അച്ഛാ, അവളുടെ മനസ്സിന്റെ നന്മ കൊണ്ടല്ലേ അവൾക്ക് സങ്കടം വന്നത്. ആ മനസ്സിന്റെ വേദന നമുക്കുള്ളതിനേക്കാൾ കൂടുതലായിരിക്കില്ലേ? മോനെ, നൽകാൻ മടിക്കുന്ന പ്രോത്സാഹനങ്ങൾക്ക് മീതെയാണ് നഷ്ടപ്പെടുന്ന അംഗീകാരത്തിന്റെ വേദന. നിഷേധിക്കാൻ കഴിയോ നിനക്ക്? ഗിരി, അനുശോചന പ്രസംഗങ്ങളെക്കാൾ അനുമോദന പ്രസംഗങ്ങളാണ് നമുക്ക് വേണ്ടത്. ശരിയാണ് അച്ഛൻ പറഞ്ഞത്. എന്നാലും കീത്തുവിന്റെ സങ്കടം അവൾക്ക് താങ്ങാവുന്നതിലപ്പുറത്താണ് അച്ഛാ. അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കാം. സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞതുകൊണ്ട് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ നീ? ഒരിക്കലുമല്ല അച്ഛാ. അവൾക്ക് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ തെറ്റിനെ ന്യായീകരിക്കാതെ, ആ കുട്ടിയുടെ മേൽ ഒരു കുറ്റവും കാണാതെ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നല്ലേ അവൾ പറഞ്ഞത്. അങ്ങനെയല്ലാതെ ഒരു ധിക്കാരസ്വരം മക്കളിൽ നിന്നുണ്ടായാൽ വളർത്തുദോഷമെന്ന ആ പേരുകൂടി കേൾക്കാൻ രാഘവൻ മാഷ് പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. പ്ലീസ് അങ്ങനെയൊന്നും പറയല്ല അച്ഛാ. കുഞ്ഞുനാളിലെ അവളുടെ സങ്കടങ്ങൾ അമ്മയോടായിരുന്നില്ലേ അവൾ പറയാറ്? അമ്മയുടെ മരണശേഷം അവളുടെ എല്ലാ മോഹങ്ങളും പറയാനുള്ള ഒരു ഇടം അച്ഛനായിരുന്നില്ലേ? ഇന്ന് അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോ അമ്മ ജീവിച്ചിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം വെറുതെ ചിന്തിച്ചു പോയച്ചാ. ശരിയാണ്, അവളുടെ ഓരോ തെറ്റും എണ്ണിപ്പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോ അവൾക്കത് സഹിക്കാനായില്ല. എന്റെ കുട്ടിയെ ഞാൻ വേദനിപ്പിച്ചു എന്നൊരു തോന്നൽ. മോനെ ഗിരി, അച്ഛന്റെ മക്കൾ നല്ല മക്കളാവണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചത് ഒരു തെറ്റാണോ? അച്ഛാ, കിത്തു ചെയ്തത് തെറ്റാണെന്ന് അച്ഛന് തോന്നിയെങ്കിൽ അത് തെറ്റു തന്നെയായിരിക്കും. അതൊക്കെ തിരുത്തി കൊടുക്കാൻ പിന്നെ അച്ഛന് മാത്രമല്ലേ കഴിയൂ. അവൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളല്ലേ അച്ഛൻ പറഞ്ഞുള്ളൂ. ആ തെറ്റ് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ അവൾക്ക് സങ്കടം വന്നത്. അതും അവളുടെ മനസ്സിന്റെ നന്മയല്ലേ അച്ഛാ. പക്ഷേ അച്ഛൻ ഇങ്ങനെ പ്രയാസപ്പെടരുത് അച്ഛാ. ആ പറഞ്ഞ് അടുക്കള പണി ബാക്കിയായി. അയ്യോ, ആ ചോറിന്റെ ചെമ്പ് തിളച്ചതാ മറിയുന്നു. അച്ഛാ, ഞാൻ ആ ചോറൊന്ന് ഊറ്റിക്കോട്ടെ, പെട്ടെന്ന് വരാം. ഗിരി മോനെ, സൂക്ഷിച്ച് കൈപൊള്ളിക്കില്ലേ? ശരി അച്ഛാ, ഞാൻ നോക്കാം. ആ ഓ, അമ്മിണി അഴിച്ചില്ലല്ലോ അച്ഛൻ. കരയണ്ട അമ്മിണി, ഇപ്പൊ തന്നെ ഞാൻ വന്ന് കെട്ടഴിച്ചു തരാട്ടോ. ധൃതിയിൽ മീറ്റിങ്ങിന് പോയതുകൊണ്ടായിരിക്കും അച്ഛൻ മറന്നത്. അമ്മിണി, ഒന്ന് മാറി നിൽക്കുന്നേ, ഞാൻ കയറൊന്ന് അഴിക്കട്ടെ. കുറുമ്പ് കാട്ടരുത്, അടി കിട്ടും നിനക്ക്. വലിക്കല്ലേ, വലിക്കില്ല അമ്മിണി. നിക്കവിടെ, നിൽക്ക് അമ്മിണി. നീ അവിടെ നിക്കാനാ പറഞ്ഞത്. ഈശ്വരാ, ഇത് എങ്ങോട്ടാ എന്നെയും വലിച്ചോണ്ടീ പോണത്? എന്റെ ഈശ്വരാ. വിട്ടോളൂ, പിടിച്ച കിട്ടില്ല അതിനെ. വിട്ടേക്ക് അമ്മണി, നിക്ക, ഞാൻ കെട്ടിക്കോളാം. നിൽക്കാൻ. എവിടെയാ കെട്ടണ്ടേ? ആ മാവുമ്മ കെട്ടാലേ? മാവിൻ മേലെയോ? അതെങ്ങനെ കെട്ടാൻ കഴിയും?
താഴെ ഈ തടി കെട്ടിയാ മതി. പറഞ്ഞത് തെറ്റായല്ലേ? സോറി. ആ, പുഴയിലെ നാവും വായിലെ തോണിയുമല്ലേ? ഓ, അവിടെയും തെറ്റി. സോറി. ഈ വാക്കുകളുടെ ആവർത്തനം വിരസതയല്ലേ? ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ? ഓഹോ, എന്നാ താങ്ക്സ്. അത് ഞാനല്ലേ പറയേണ്ടത്? ഓ, ശരിയാ. ഐ ആം സോ അതല്ല, വെൽക്കം. മതി മതി. ഏതായാലും മാഷിന്റെ പ്രിയ ശിഷ്യൻ തക്ക സമയത്ത് തന്നെ എത്തി. അത് നന്നായി. അതിഥി ദേവോ ഭവ എന്നാണ് അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. കയറി ഇരുന്നാട്ടെ. ആവാം. ആദ്യം ഈ കൈകളൊന്ന് കഴുകട്ടെ. ആവാലോ. അതാ പൈപ്പ്. ഇതാ ഈ സംഭാരം കുടിക്കൂ. ഓ, തന്നോളൂ. സംഭാരം ഗംഭീരായി. ഓ, നന്ദി. ഓ, വെൽക്കം. പിന്നെ അച്ഛൻ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിക്കായി പോയതാണ്. ഞാൻ മാഷിനെ വിളിച്ചിരുന്നു. ഈ സ്കൂളിൽ വെച്ചാണ് പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി മാഷിനെ കണ്ടിട്ടാ വരുന്നത്. അച്ഛനെ കണ്ടിരുന്നോ? ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാരും കൂടി ചേർന്ന് ഒരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷനിലേക്ക് മാഷിനെ ക്ഷണിക്കുന്നുണ്ട്. അതിനാണ് വന്നത്. ഒപ്പം മാഷിനെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് മാഷിനൊരു ഫോട്ടോ വേണമായിരുന്നു. കീത്ത് വീട്ടിലുണ്ടെന്നും ഫോട്ടോ ഫയലിൽ കാണുന്നു മാഷ് പറഞ്ഞു. അങ്ങനെയാ ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് കെട്ടാൻ കഴിഞ്ഞില്ലേ? അമ്മിണിയെ അല്ലേ? ഇപ്പൊ അതെ. പിന്നെ അടുത്ത് തന്നെ മറ്റൊരു പ്രധാന കെട്ടിന്റെ നടപടിക്രമം ആരംഭിച്ചേക്കും. അമ്മ വരും. അമ്മയ്ക്ക് ഇഷ്ടായി. അമ്മയ്ക്ക് ഇഷ്ടായോ? ഒരു പക്ഷേ എന്റെ ഇഷ്ടത്തെക്കാളേറെ. ഈ വരുന്ന 5-ാം തീയതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? മാഷിന്റെ പിറന്നാൾ ഒരു സെപ്റ്റംബർ 5-നാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. SSLC ഹാഫ് ഇയർലി എക്സാമിന്റെ ആൻസർ പേപ്പർ കാണിക്കാൻ. അന്ന് മാഷിന്റെ പിറന്നാളായിരുന്നു. അല്പം പ്രയാസത്തോടെയാണ് ഞാൻ അന്ന് വന്നത്. അതെന്ത് പറ്റി? 2 വിഷയത്തിൽ അല്പം മാർക്ക് കുറവായിരുന്നു. പേടിയായിരുന്നു മനസ്സ് നിറയെ. പക്ഷേ എന്നെ ഒന്ന് ശകാരിക്ക പോലും ചെയ്യാതെ സ്വയം വേദനിക്കായിരുന്നു മാഷ്. ആ വേദനയാണ് എന്നെ തളർത്തിയത്. നന്നായി പഠിക്കണമെന്ന ഒരു ഉൾവിളിയോടെയാണ് ഞാൻ അന്ന് ഇവിടുന്ന് പോയത്. പഠിപ്പിച്ച എല്ലാവരും നല്ല നിലയിലെത്തണമെന്നത് അച്ഛന്റെ ഒരു ആഗ്രഹമാണ്. അച്ഛന്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്. ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം മാത്രമല്ല ജീവിതം, അനാവശ്യങ്ങളോടുള്ള വിടപറയിൽ കൂടിയാവണമെന്നും മാഷ് പഠിപ്പിച്ചു തന്നു. അച്ഛന്റെ പിറന്നാൾ ദിനം പോലും മറന്നില്ലല്ലോ. ഒന്നും മറക്കാനാവില്ല എനിക്ക്. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിതം ഒരു സമാന്തര രേഖയായി ശൂന്യതയിലേക്ക് നീങ്ങിപ്പോയപ്പോൾ നിസ്സംഗതയോടെ പകച്ചു നിന്നുപോയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ മുന്നിൽ ദൈവമായി എത്തിയ മാഷ് തന്നത് വാത്സല്യം മാത്രമായിരുന്നില്ല, സ്നേഹശിക്ഷണം കൂടിയായിരുന്നു. ആ കർമ്മകാണ്ഡത്തിലെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞത് ജന്മസുഹൃതമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. എല്ലാം ഇപ്പോഴും ഓർക്കുന്നു അല്ലേ? സ്മരണ ഒരു സാഗരമാണ്. ഓർമ്മയുടെ ഒരു നേരിയ കല്ലുമതി അതിന്റെ അഗാധതയിൽ പോലും ഓളങ്ങളുണ്ടാക്കാൻ. ഏതൊരാൾക്കും അധ്യാപകരോടൊപ്പമുള്ള കഴിഞ്ഞുപോയ ആ നല്ല നാളുകളെക്കുറിച്ചുള്ള ഓർമ്മകളാവില്ലേ അഭിമാനപൂർവ്വം പറയാനുണ്ടാവുക. സമയം പോയതറിഞ്ഞില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഈ വരുന്ന 5-ാം തീയതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? മാഷിന്റെ പിറന്നാൾ ഒരു സെപ്റ്റംബർ 5-നാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. SSLC ഹാഫ് ഇയർലി എക്സാമിന്റെ ആൻസർ പേപ്പർ കാണിക്കാൻ. അന്ന് മാഷിന്റെ പിറന്നാളായിരുന്നു. അല്പം പ്രയാസത്തോടെയാണ് ഞാൻ അന്ന് വന്നത്. അതെന്ത് പറ്റി? 2 വിഷയത്തിൽ അല്പം മാർക്ക് കുറവായിരുന്നു. പേടിയായിരുന്നു മനസ്സ് നിറയെ. പക്ഷേ എന്നെ ഒന്ന് ശകാരിക്ക പോലും ചെയ്യാതെ സ്വയം വേദനിക്കായിരുന്നു മാഷ്. ആ വേദനയാണ് എന്നെ തളർത്തിയത്. നന്നായി പഠിക്കണമെന്ന ഒരു ഉൾവിളിയോടെയാണ് ഞാൻ അന്ന് ഇവിടുന്ന് പോയത്. പഠിപ്പിച്ച എല്ലാവരും നല്ല നിലയിലെത്തണമെന്നത് അച്ഛന്റെ ഒരു ആഗ്രഹമാണ്. അച്ഛന്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്. ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം മാത്രമല്ല ജീവിതം, അനാവശ്യങ്ങളോടുള്ള വിടപറയിൽ കൂടിയാവണമെന്നും മാഷ് പഠിപ്പിച്ചു തന്നു. അച്ഛന്റെ പിറന്നാൾ ദിനം പോലും മറന്നില്ലല്ലോ. ഒന്നും മറക്കാനാവില്ല എനിക്ക്. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിതം ഒരു സമാന്തര രേഖയായി ശൂന്യതയിലേക്ക് നീങ്ങിപ്പോയപ്പോൾ നിസ്സംഗതയോടെ പകച്ചു നിന്നുപോയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ മുന്നിൽ ദൈവമായി എത്തിയ മാഷ് തന്നത്
വാത്സല്യം മാത്രമായിരുന്നില്ല, സ്നേഹശിക്ഷണവും കൂടിയായിരുന്നു. ആ കർമ്മകാണ്ഡത്തിലെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞത് ജന്മസുഹൃതമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. എല്ലാം ഇപ്പോഴും ഓർക്കുന്നുവല്ലേ? സ്മരണ ഒരു സാഗരമാണ്. ഓർമ്മയുടെ ഒരു നേരിയ കല്ലുമതി അതിന്റെ അഗാധതയിൽ പോലും ഓളങ്ങളുണ്ടാക്കാൻ. ഏതൊരാൾക്കും അധ്യാപകരോടൊപ്പമുള്ള കഴിഞ്ഞുപോയ ആ നല്ല നാളുകളെക്കുറിച്ചുള്ള ഓർമ്മകളാവില്ലേ അഭിമാനപൂർവ്വം പറയാനുണ്ടാവുക. സമയം പോയതറിഞ്ഞില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, അച്ഛന്റെ ഫോട്ടോ വേണ്ടേ? ഇതാ, ഇനി അച്ഛൻ വന്നിട്ട് പോയാ പോരെ? അല്ല, പോകണം. ഇവിടെ വന്ന് ഫോട്ടോ വാങ്ങി പെട്ടെന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. വന്ന് എന്റെ അമ്മയെ ബുദ്ധിമുട്ടിച്ചു. ഓ സോറി. അച്ഛനാണ്. അച്ഛാ. മോളെ, രാജേഷ് ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങുന്നു അച്ഛാ. ആ, എന്നാലേ ഞാനിതാ എത്തി മോളെ. ഞാൻ വന്നിട്ടേ പോകാവൂ എന്ന് രാജേഷോടൊന്ന് പറയൂ. അച്ഛൻ തന്നെ പറയും, ഞാൻ കൊടുക്കാം അച്ഛാ. ഇതാ. ഹലോ മാഷേ. രാജു, ഇതാ ഞാൻ പെട്ടെന്ന് എത്തുവേ. ഓട്ടോയിലാണുള്ളത്. ഇന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കണം. ഹാ, ശരി മാഷേ. ഫോട്ടോ വാങ്ങി പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ ആളല്ലേ? ഫോട്ടോ ഒരാവശ്യമാണ്, ഇത് ഒരാഗ്രഹവും. ആ, അച്ഛൻ എത്തിയല്ലോ. അച്ഛൻ, അച്ഛ അകത്തേക്ക് ഇരിക്കാം. 2-3 ദിവസമായി അച്ഛൻ വന്നു എന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. ഒരു മുന്നറിയിപ്പ് തന്നതാവും അമ്മ. എത്ര നാളായി ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട്, ഒന്ന് വിളിച്ചിട്ട്. അച്ഛൻ തനിച്ചാണോ വന്നത്? കൂട്ടുണ്ടായിരുന്നവൾ പോയിട്ട് വർഷങ്ങളായി. അച്ഛ, നന്ദ മോനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയതാണ്. പനിയായിരുന്നു, കഫക്കെട്ട് മാറുന്നില്ല മോന്. തെക്കേ വീട്ടിലെ രാധേച്ചിയുടെ കൂടെയാ പോയത്. എനിക്കും പനിയായിരുന്നു അച്ഛ, ഇപ്പൊ ഭേദമായി. അച്ഛ, വീട്ടിൽ കൂടപ്പിറപ്പിനെ ഓർത്ത് വേദനിക്കുന്ന 2 ജീവിതങ്ങൾ അവിടെയുണ്ട്. ആഗ്രഹങ്ങൾ അതിർവരമ്പുകൾ ഭേദിക്കുമ്പോൾ രക്തബന്ധങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് മോനെയുള്ളത്? തനിച്ചിറങ്ങാനുള്ള തീരുമാനങ്ങളാണ് വിജയം വരിച്ചവരുടെ എല്ലാം പിൻബലമെന്ന് നീ വിശ്വസിക്കുന്നു അല്ലേ? ഇല്ല അച്ഛ, ഇല്ല. ജീവിതത്തിൽ പിന്നിട്ടു പോയ വഴികളിലെ ഓർമ്മകൾ എന്നും ഒരു നഷ്ടബോധം മാത്രമാണ് എനിക്ക് സമ്മാനിച്ചത്. ഞാൻ തെറ്റു ചെയ്തു പോയച്ച. മക്കളെ ജീവന തുല്യം സ്നേഹിച്ച ഏതൊരച്ഛനും മറക്കാനും പൊറുക്കാനുമാവാത്ത തെറ്റ്. എന്നെ ശപിക്കരുതേ അച്ഛ. ഈ അച്ഛന് അതിന് കഴിയുമെന്ന് തോന്നിയോ നിനക്ക്? അമ്മ അതിന് സമ്മതിക്കുമെന്ന് കരുതിയോ നീ? അച്ഛ, അമ്മ പോയപ്പോ ഇനി ജീവിക്കേണ്ടെന്ന് കരുതി ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന്. പക്ഷേ ഓരോ ആത്മഹത്യയും നിഷേധിക്കപ്പെടുന്ന ആഗ്രഹങ്ങൾക്കെതിരെയുള്ള തോൽവിയാണെന്ന് കരഞ്ഞു തളർന്നുറങ്ങുന്ന നിങ്ങളെ നോക്കി ഈ അച്ഛന്റെ മരവിച്ചുപോയ മനസ്സ് പറഞ്ഞു തന്നു. അതുകൊണ്ട് മാത്രം അച്ഛൻ ഇന്നും ജീവിക്കുന്നു മോനെ. അന്ന് വിധി സമ്മാനിച്ച ആ ദുഃഖക്കയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും പ്രജ്ഞയറ്റ് കിടക്കുന്ന ആ മുഖത്ത് നോക്കി ഞാൻ വാക്കുകൊടുത്തു അവൾക്ക്, നിങ്ങളെ നന്നായി വളർത്താമെന്ന്. പക്ഷെ മോനെ, ഈ അച്ഛൻ പരാജയപ്പെട്ടുപോയി. മക്കളെ നല്ല നിലയിലെത്തിക്കാൻ അച്ഛന് കഴിഞ്ഞില്ലേ? ഒരുപക്ഷെ അമ്മ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് തന്നെ. അങ്ങനെ വിശ്വസിക്കാൻ അച്ഛന് പ്രയാസമുണ്ട് മോനെ. ബന്ധങ്ങൾ ബന്ധനങ്ങളാവുമ്പോ സ്നേഹത്തിന്റെ ചങ്ങലയ്ക്ക് തേയ്മാനം സംഭവിക്കില്ലേ? ഇല്ല അച്ഛ, ഒരിക്കലുമില്ല. ഗിരിയും കീത്തുവും എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ. ഞാൻ ആഗ്രഹിക്കാതെയാണ് എനിക്കവരെ പിരിഞ്ഞു കഴിയേണ്ടി വന്നത്. എന്റെ സാഹചര്യം അതായിരുന്നു അച്ഛ. ശരിയാവാം. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഞാൻ എന്റെ മനസ്സിനെ ഒരുക്കി നിർത്തിയതാണ്. അപ്പോഴൊക്കെയും ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ലോകത്തിലെ ഏതൊരു കാഴ്ചയും അത് മനോഹരമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ കൂട്ടിനൊരാളില്ലാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്ന് എന്ന സത്യം. അച്ഛാ, അമ്മ എവിടെയും പോയിട്ടില്ല. നമ്മളെ വിട്ടുപോകാൻ അമ്മയ്ക്കാവില്ല. അമ്മയുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ മോനെ? ആ, ഞാൻ വന്നത് അടുത്ത വെള്ളിയാഴ്ച അമ്മയുടെ ആണ്ട് ദിവസമാണ്.
അമ്മയുടെ ശ്രാദ്ധം. അറിയാം അച്ഛ, 14 വർഷം തികയുന്നു അമ്മ നമ്മളെ വിട്ടുപോയിട്ട്. നീ മറന്നിട്ടില്ല അല്ലേ? നന്നായി. അമ്മയ്ക്ക് ഒരു ഉരുള ബലിച്ചോറ് നൽകാൻ വീട്ടിൽ നിങ്ങളും ഉണ്ടാവണം. ആ ദിവസം മക്കളെ ചേർത്ത് വെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മക്കൾ എന്നെ മറന്നിട്ടില്ല എന്ന് അവളുടെ ആത്മാവിനൊന്ന് ആശ്വസിക്കാനെങ്കിലും. അച്ഛ, ഞങ്ങൾ വരും. നാളെ തന്നെ പുറപ്പെടും. ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ, കുട്ടിയെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. പേര് സുനന്ദ അല്ലേ? കീത്തു ഒരിക്കൽ നിനക്ക് ഫോൺ ചെയ്യുന്നത് കേട്ടതാണ് ഞാൻ. ഒന്ന് കണ്ടിട്ട് പോകാമായിരുന്നു. അവരെത്താറായച്ച? അച്ഛൻ എന്താണ് കുടിക്കാൻ എടുക്കേണ്ടത്? നിന്നെ കണ്ണു നിറയെ കാണാനായില്ലേ മോനെ? അത് മതി എനിക്ക്. സാധ്യമാകുമെന്ന് കരുതിയതല്ല ഞാൻ. മഹിയേട്ടാ, മഹിയേട്ടാ, ഒന്നിങ്ങോട്ട് വരുവോ? ദാ മോൻ ഇറങ്ങിപ്പോയി. കയ്യിൽ നിറയെ സാധനങ്ങളുണ്ട്. അതാ മഹിയേട്ടാ. മോനെ, ഒന്ന് വേഗം ചെല്ലൂ. നന്ദേ, അച്ഛൻ വന്നിട്ടുണ്ട്. നിന്നെ കാത്തിരിക്കുക. സത്യം പറയാണോ മഹിയേട്ടാ? സത്യമായിട്ടും? നമ്മുടെ മോനാണേ സത്യം. എന്റെ ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛ, ഇതാ മോൻ. മോന് 1 വയസ്സാവുന്നേ ഉള്ളൂ. ആഹാ, ഇതാ ഈ മടിയിൽ കിടത്തിക്കോളൂ. അപ്പൂപ്പന്റെ ഈ ജന്മപുണ്യത്തെ സ്പർശിക്കാൻ ഇന്നാണ് കുഞ്ഞെ ഭാഗ്യമുണ്ടായത്. ഉമ്മ. അച്ഛാ, ഞങ്ങളോട് പൊറുക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇതേവരെ ഈ കാലിൽ തൊട്ട് വന്നിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. മോളെ, എഴുന്നേൽക്കും മോളെ. കൂടെ ജീവിക്കേണ്ടവരെ കുറിച്ചറിയാൻ മറ്റുള്ളവർ വേണ്ടിവരുമ്പോഴല്ലേ ബന്ധങ്ങൾ പരാജയപ്പെടുന്നത്? ബന്ധങ്ങളുടെ മാധുര്യം തിരിച്ചറിയാൻ ഇടപെടലുകളുടെ അനിവാര്യത മറന്നുപോകുന്നതല്ലേ നമുക്കിടയിലെ സങ്കടം? ഞാൻ കാരണമാണ് മഹിയേട്ടൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത്. മഹിയേട്ടന്റെ ഓരോ വാക്കിലും അച്ഛൻ എന്ന ആ വലിയ മനസ്സിനെയാണ് ഞാൻ അറിഞ്ഞത്. എന്നും അച്ഛന്റെ ഒരു വിളിക്ക് കാതോർക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങനെ ആ പ്രതീക്ഷയ്ക്ക് കാവലിരിക്കുകയായിരുന്നു ഞങ്ങൾ. മോളെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും ഒരു തെറ്റല്ല. പക്ഷേ നിന്റെ കൈപിടിച്ച് സധൈര്യം കയറി വരാതെ ഇറങ്ങിപ്പോയി ഇവൻ. കൊതി തീരും വരെ അച്ഛ എന്ന് വിളിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛന്റെ മരണം. മുതിർന്നപ്പോൾ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് അമ്മയുടെ ബന്ധുക്കൾ നിർബന്ധിച്ചപ്പോൾ മറ്റൊരു വഴിയും എനിക്കുണ്ടായിരുന്നില്ല. അന്ന് മഹിയേട്ടൻ എന്നെ സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചുറച്ചാണ് അന്ന് ഞാൻ മഹിയേട്ടന്റെ ഓഫീസിലെത്തിയത്. നന്ദേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛനെ വിഷമിപ്പിക്കില്ലേ പ്ലീസ്. മോള് പറഞ്ഞോളൂ, നിനക്ക് പറയാനുള്ള ഇടം തന്നെയാണിത്. അന്ന് എന്നെ സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സുണ്ടായിരുന്നില്ല മഹിയേട്ടന്. എന്റെ അവസ്ഥ മഹിയേട്ടന്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞപ്പോഴാവും എന്നെ സ്വീകരിക്കാൻ തയ്യാറായത്. ഞാൻ കാരണമാണ് മഹിയേട്ടന് കുടുംബം നഷ്ടമായത്. എന്നിട്ടും ഒരിക്കൽ പോലും എന്നെ വെറുത്തിട്ടില്ല മഹിയേട്ടൻ. വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടുമില്ല. അതൊക്കെയും മഹിയേട്ടന്റെ അച്ഛന്റെ പുണ്യവും കുടുംബത്തിന്റെ നന്ദിയുമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. മോളെ, മഹിയുടെ തീരുമാനം ശരിയായിരുന്നു. അല്ലെങ്കിൽ ജീവനും ജീവിതത്തിനും കനത്ത വില കൊടുക്കേണ്ടി വരുമായിരുന്നില്ലേ? ആ പാപം ഏതു തീർത്ഥത്തിനാണ് മോളെ കഴിക്കളയാൻ കഴിയുക? എല്ലാം നിയോഗമാണ്. അതേ സംഭവിക്കൂ. അങ്ങനെ എന്റെ മകൻ ജീവിതം പഠിച്ചു അല്ലേടാ? ജീവിതം പഠിച്ചിട്ടില്ല അച്ഛ. മുട്ടിലിഴയാൻ പഠിച്ചിട്ടേ ഉള്ളൂ ഇതേവരെ. ജനിക്കുമ്പോൾ ആരും നടക്കാൻ പഠിച്ചിട്ടുണ്ടാവില്ല. ആദ്യം ഇഴയാൻ പഠിക്കും. അങ്ങനെ നടക്കാൻ പഠിക്കുമ്പോ വീഴാനും പഠിക്കും. വീഴുമ്പോഴോ നടക്കാനും പഠിക്കും. അച്ഛാ, ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ ഞാൻ? ഓഹോ, എടുത്തോളൂ മോളെ. ആ, മോൻ നല്ല ഉറക്കത്തിലാണ്. അല്ല, ആരുടെ ചായയാണ് ഇവന്? അമ്മയെ പോലെയാണെന്നാ എനിക്ക് തോന്നിയേ. എനിക്കും അങ്ങനെ തോന്നി മോനെ. ആ അച്ഛാ, ചായ. ആ മോളെ, ഒരു ഗ്ലാസ് കൂടി എടുത്തോളൂ. എനിക്ക് പാതി മതി. വേണ്ട അച്ഛ, അച്ഛൻ കുടിച്ചോളൂ. അതിന്റെ ബാക്കി മതി എനിക്ക്. കുഞ്ഞുനാളിൽ അച്ഛൻ കുടിച്ചതിന്റെ ബാക്കി ചായക്ക് വേണ്ടി ഞങ്ങൾ മത്സരിക്കുകയായിരുന്നു. കീത്തുവിന്റെ കയ്യിൽ കിട്ടിയാൽ അവളായിരുന്നു അതിന്റെ അവകാശി. മുതിർന്ന കുട്ടിയായിട്ടും അന്നൊക്കെ അസൂയ തോന്നിയിരുന്നു അവളോട്. ആ, അതൊക്കെ പഴയ കഥകളല്ലേ മഹി. മോനെ, നേടിയതിനുള്ള കൃതജ്ഞതയാണ് നൽകൽ. എന്തൊക്കെ അവകാശമാക്കി എന്നതിലല്ല, എന്തൊക്കെ അവശേഷിപ്പിച്ചു എന്നതിന്റെ കൂടി ഉത്തരമാണ് ജീവിതം. ഇതാ, ഇത് കുടിച്ചോളൂ.
മതി എനിക്ക്. തന്നോളൂ അച്ഛ. ആ, മോനെ എടുത്ത് കിടത്തിക്കോളൂ. അവൻ സുഖമായി ഉറങ്ങട്ടെ. ആ, ഇനി ഞാൻ ഇറങ്ങട്ടെ. ഞാൻ റോഡ് വരെയെങ്കിലും വരാം അച്ഛ. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ പാക്കിംഗ് തുടങ്ങിക്കോളൂ. മഹി, പിന്നെ ഒരു പ്രധാന കാര്യം, ഇനി ഒരിക്കലും നന്ദയുടെ കണ്ണു നനയാൻ ഇടവരുത്തരുത്. ആ മോളെ, നേരത്തെ എത്താൻ ശ്രദ്ധിക്കണേ. ശരി അച്ഛാ. ശരി. നമുക്കും അച്ഛന്റെ കൂടെ പോകായിരുന്നു അല്ലേ? നന്ദേ, നീയും മോനും ആദ്യമായിട്ട് പോവല്ലേ വീട്ടില്? അതിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ നമുക്ക്? അതെ, അപ്പൂപ്പൻ പോയ സങ്കടം മോനും ഉണ്ടാവില്ലേ? മഹിയേട്ടാ, അച്ഛനോട് തെറ്റ് ചെയ്യരുതായിരുന്നു നമ്മൾ. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള മനസ്സുകളിലും ദൈവങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ആരോടാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടെ നന്ദേ എനിക്ക്. ടീച്ചറെ. ആ സന്ദീപ്, കയറി വാ വേഗം. നീ വന്നല്ലോ സന്ദീപ്, ഒരുപാട് സന്തോഷമായി ടീച്ചർക്ക്. എന്റെ ടീച്ചേഴ്സ് റൂമിലേക്ക് പോന്നു. ടീച്ചറെ കണ്ട് മാപ്പ് പറയാതെ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല എനിക്ക്. അങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ ഉണ്ടായത്? ടീച്ചർ എന്നോട് ക്ഷമിക്കണം. തെറ്റ് തന്നെയാ ഞാൻ ചെയ്തത്. ടീച്ചർ ക്ഷമിച്ചു എന്ന് പറയണം. പോട്ടെ മോനെ, അതൊക്കെ മറന്നൂടെ നിനക്ക്? നീ ആദ്യം ക്ലാസ്സിൽ വാ, എന്നാലേ ഞാൻ ക്ഷമിക്കൂ. പരീക്ഷയല്ലേ വരുന്നത്, ക്ലാസ് അറ്റൻഡ് ചെയ്താലല്ലേ നന്നായി പരീക്ഷ എഴുതാൻ പറ്റൂ. അറിയാം ടീച്ചറെ, പക്ഷെ ഞാൻ തോറ്റുപോകും ടീച്ചറെ. ആര് പറഞ്ഞു ഇതൊക്കെ? ഞാൻ ജയിക്കും ജയിക്കുമെന്ന് നീ മനസ്സിനോട് പറഞ്ഞു നോക്ക്. ജയിച്ചിരിക്കും. പഠിക്കാൻ മിടുക്കനല്ലേ നീ? വളരെ ടാലന്റഡ് ആയ കുട്ടിയുമാണ്. പിന്നെന്താ പ്രശ്നം? നിനക്ക് കഴിയും സന്ദീപ്, നിനക്ക് കഴിയണം മോനെ, നിനക്കതിന് കഴിയും. പക്ഷേ ടീച്ചറെ. ഒരു പക്ഷേയുമില്ല. നോക്കൂ സന്ദീപ്, നമ്മുടെ സ്കൂളിന് അഭിമാനമാകേണ്ടവനാണ് നീ. ഞങ്ങളുടെയൊക്കെ വലിയ പ്രതീക്ഷയല്ലേ? അങ്ങനെയുള്ളവൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത് കണ്ടാൽ ആർക്കാണ് സഹിക്കാൻ പറ്റുക? പറ. എന്റെ ഇങ്ങനെ ഉറങ്ങിപ്പോകാനെന്ന് ചോദിക്കാനുള്ള ഒരു സാവകാശം പോലും എനിക്ക് തരാതെ ഇറങ്ങിപ്പോകുമായിരുന്നില്ലേ? ടീച്ചറെ, അത്. പറയുമോനെ, ഒരു ടീച്ചറായിട്ടല്ല, നിന്റെ ചേച്ചിയായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഒഴിവു ദിവസങ്ങളിലൊക്കെ ഒരു കടയിൽ പോകുന്നുണ്ട്. ഏത് കടയിൽ? ഒരു ചെരുപ്പ് കടയിൽ. ചേച്ചിയെയും എന്നെയും പഠിപ്പിക്കാനും മറ്റുമായി അമ്മ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരി സഹായമേകാൻ ഈ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മുന്നിൽ. ഈശ്വരാ. അന്ന് ടീച്ചർ എന്നോട് പിണങ്ങിയതിന്റെ തലേനാൾ രാത്രിയും പണിയുണ്ടായിരുന്നു. ഉറങ്ങാൻ കഴിഞ്ഞില്ല അന്ന്. രാത്രി പണിയായതുകൊണ്ട് അന്ന് 2 ദിവസത്തെ കൂലിയും കിട്ടി. അത് അമ്മയ്ക്ക് കൊടുത്ത ഞാനന്ന് ക്ലാസ്സിൽ വന്നത്. അതുകൊണ്ടാ അന്ന് ക്ലാസ്സിൽ ഉറങ്ങിപ്പോയത്. മതി മതി, ഒന്ന് പറയാമായിരുന്നില്ല നിനക്ക് എന്നോട്? സോറി മോനെ. ടീച്ചറെ, അച്ഛൻ മരിച്ച നാൾ മുതൽ കാണാൻ തുടങ്ങിയതാ അമ്മയുടെ കണ്ണീര്. ഇനി ഇതും കൂടി കാണാൻ വയ്യ ടീച്ചറെ. സോറി മോനെ, നിന്റെ ജീവിത ദുഃഖങ്ങൾ അറിയാൻ ഞാൻ വൈകിപ്പോയി. ക്ഷമിക്കു സന്ദീപ്. ടീച്ചറുടെ ഈ പ്രയാസമാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്. കാരണം എനിക്ക് ടീച്ചർ ഇഷ്ട, ഒരുപാട് ഇഷ്ട, എന്റെ ചേച്ചിയെ പോലെ. ഇല്ല സന്ദീപ്, നീ ക്ലാസ്സിൽ വന്ന ആ സന്തോഷത്തിന് മീതെ ഒന്നുമില്ല എനിക്ക്. സന്ദീപ്, നമ്മുടെ പ്രതിസന്ധികളെക്കാൾ വലുതാവണം നമ്മുടെ പ്രതീക്ഷ. എങ്കിലേ പ്രയത്നിക്കാൻ മനസ്സ് വരൂ. പലരും പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നത് മുന്നിലെ തടസ്സങ്ങൾ വലുതായതുകൊണ്ടല്ല, ഉള്ളിലെ ആഗ്രഹങ്ങൾ ചെറുതായതുകൊണ്ടാണ്. ടീച്ചർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ മോന്? ഇതെന്നും ഓർമ്മയിലുണ്ടാവണം. നിന്റെ സ്വപ്നയാത്രക്കിടയിൽ അതൊരു വഴിവിളക്കായിരിക്കും, തീർച്ച. എനിക്ക് പഠിച്ച് ജയിക്കണം ടീച്ചറെ. ഇനി ഒരു ക്ലാസ് പോലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. പക്ഷേ ടീച്ചറെ, സോഷ്യൽ സയൻസ് അല്പം പ്രയാസമാണ്. അത് വിട്ടേക്കു സന്ദീപ്. സോഷ്യൽ സയൻസിനെ നീ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. ഇഷ്ടത്തോടെ രസകരമാക്കി ഒന്ന് പഠിച്ചു നോക്ക്. വഴങ്ങാത്ത ഏത് സോഷ്യൽ സയൻസും നമുക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കും, ഒരടിമയെപ്പോലെ. എന്ത് പറയുന്നു സന്ദീപ്? ഞാൻ ശ്രമിക്കും ടീച്ചറെ. എനിക്ക് ജയിക്കണം. ടീച്ചർക്ക് വേണ്ടി, എന്റെ അമ്മയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. തളർന്നു വീഴാതെ, തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തും. ഞാൻ വാക്ക് തരുന്നു സന്ദീപ്. ഓ, സമയം വൈകി. പോകാം, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സന്ദീപ് എങ്ങനെ അറിഞ്ഞു ഇന്ന് ക്ലാസ് ഉണ്ടെന്ന്? ഞാൻ പറയാൻ മറന്നു. ഇന്നലെ ടീച്ചറുടെ അച്ഛൻ വീട്ടിൽ വന്നിരുന്നു. ആഹാ, എന്നിട്ട് എന്ത് പറഞ്ഞു അച്ഛൻ? ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു.
കീഴടക്കേണ്ട ഉയരങ്ങളെപ്പറ്റി, കയറിപ്പോയ വഴികളെപ്പറ്റി, ജയിക്കേണ്ട പരീക്ഷകളെപ്പറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സാറ് പറഞ്ഞ പോലെ പരീക്ഷയുടെ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അർജുനാണ് വീട്ടിലേക്ക് വഴി കാണിച്ചു കൊടുത്തത്. അവനാണ് ഇന്ന് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് ടീച്ചർക്കിനി വേണ്ടത്? വാ സന്ദീപ്, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഹലോ അമ്മേ. ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി. പക്ഷേ ഇപ്പൊ ഇവിടെ ബസ്സൊന്നും കാണുന്നില്ല. ബസ് ഇപ്പൊ വരുമായിരിക്കും. അമ്മ പേടിക്കണ്ട, ഞാൻ എത്തിക്കോളാം. ശരി അമ്മേ. ഇങ്ങോട്ട് നോക്കണം. കൊറേ നേരമല്ലോ നിൽക്കാൻ തുടങ്ങിയിട്ട്. വെറുതെ ഒന്ന് മുട്ടി നോക്കിയാലോ? വേണ്ട വേണ്ട വേണ്ട, പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട. എന്തിനാ ധൃതി കൂട്ടുന്നത്? സമയമുണ്ടല്ലോ. ശരിയാണ്, അവള് കുറച്ച് ബോൾഡാണെന്ന് തോന്നുന്നു. പരിചയമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ തനിച്ച് നിൽക്കണമെങ്കിൽ നമ്മളെ പറ്റി സംശയം അവൾക്ക് തോന്നരുത്. നീക്കങ്ങളൊക്കെ കരുതലോടെ വേണം. അവൾ ഫോൺ എടുക്കുന്നു. സമയം നോക്കാനോ? അല്ലാതെ എന്തിനാ? സമയം നോക്കിയിട്ട് എന്ത് കാര്യം? ഇനി ഒരു ബസ്സും ഈ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടില്ല എന്നത് അവൾ അറിയില്ലല്ലോ. പാവം. അച്ഛൻ എവിടെയാണ്? മോളെ, അച്ഛൻ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ബസ് സ്റ്റാൻഡിലാണ്. ഏട്ടൻ എന്ത് പറഞ്ഞാ? അവര് നാളെ പുറപ്പെടും. അതെ, എല്ലാം ഞാൻ അവിടെ വന്നിട്ട് നേരിട്ട് പറയാം മോളെ. സന്തോഷായ കീത്തു, ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഈ റൂട്ടിൽ ഇന്ന് ബസ്സില്ലാത്രേ. അയ്യോ, അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? അല്ല, അച്ഛൻ ഓട്ടോറിക്ഷയിൽ വരുമല്ലോ. അതല്ല കാര്യം. ഇവിടെ ഒരു കുട്ടി തനിച്ച് ബസ് കാത്തു നിൽക്കുന്നുണ്ട്. അല്പം അകലെയായിട്ട് 2 ചെറുപ്പക്കാര് അവളെ ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ടേ. അയ്യോ, അച്ഛനാകപ്പാടെ ഒരു പന്തികേട് തോന്നുന്നു. അവരച്ഛനെ കാണുന്നുണ്ടോ? ഇല്ലല്ല, അച്ഛനൊരു കടയുടെ മറവിലാണ് നിൽക്കുന്നത്. ഈ കടയും അടയ്ക്കാൻ തുടങ്ങിയാണ്. അച്ഛാ, ഞാൻ ഓട്ടോ ഡ്രൈവർ അജയേട്ടനെ വിളിക്കട്ടെ? വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, അജയനെ അച്ഛൻ വിളിച്ചിട്ടുണ്ട്. എന്നാ അച്ഛനൊരു കാര്യം ചെയ്യും, വനിതാ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്ക് വേഗം. കീത്തു, ആ ചെറുപ്പക്കാർ കുട്ടിയുടെ അടുത്തെത്തി കഴിഞ്ഞു. ശരി, ഞാൻ പിന്നീട് വിളിക്കാം. അല്ല മോളെ, നിന്റെ ഫോണിന് എന്തു പറ്റി? എന്താ റേഞ്ച് ഇല്ലേ? എത്ര നേരമായി നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? വേഗം ഇങ്ങോട്ട് വാ, ഇന്ന് ബസ്സില്ല. നമ്മുടെ ഓട്ടോ ഇപ്പോഴെത്തു. ഓട്ടോ വന്നല്ലോ. വാ, കയറ് മോളെ. നശിപ്പിച്ച് കിളവന് വരാൻ കണ്ട നേരം. എന്ത് ചെയ്യുന്നു? നമ്മൾ അല്പം വിട്ടു നിന്നതല്ലേ നന്നായത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കുട്ടിക്ക് എങ്ങോട്ടാ പോണ്ടത്? എവിടുന്ന വരുന്നത്? ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതാണ്. കഴിയുമ്പോ വൈകി. കൂടെ 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അവരുടെ ബസ് വന്നപ്പോ അവര് പോയി. കുട്ടിയുടെ പേര് പറഞ്ഞില്ല. വീട്ടിൽ? ഞാൻ സംഗീത. വീട്ടിൽ അമ്മയും അനിയനുമാണുള്ളത്. അമ്മ വരാനിരുന്നതാണ്. പക്ഷേ അമ്മയ്ക്ക് നല്ല പനി. ഇന്നലെ തുടങ്ങിയതാണ്. കുട്ടിയുടെ വീട് കോഴിക്കോട് ബീച്ച് റോഡിനടുത്താണ്. ബീച്ച് റോഡിനടുത്തോ? അവിടെ ഒരു കുട്ടി എനിക്കറിയാം. എന്താ? സന്ദീപ് എന്നാണ് അവന്റെ പേര്. സന്ദീപോ? അവൻ എന്റെ അനിയനാണ്. ഓഹോ, അവനെ എങ്ങനെയാണ് അറിയുന്നത്? ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു അവനോട് ക്ലാസ്സിൽ പോകണമെന്ന് പറയാൻ. അവന്റെ ടീച്ചർ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവൻ ക്ലാസ് പോകാഞ്ഞിട്ട്. സാറ് കീർത്തന ടീച്ചറുടെ അച്ഛനാണോ? അതെ. ടീച്ചറെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല അവന്. അത്രയ്ക്ക് ഇഷ്ടാണ് അവന് ടീച്ചറെ. മോളെ, അല്പം അധികാരത്തോടെയാണ് ഞാൻ കുട്ടിയെ വിളിച്ചത്. സാരല്ല അല്ലേ? അധികാരത്തോടെയുള്ള സാറിന്റെ ആ വിളിയില്ലായിരുന്നെങ്കിൽ അതല്ലേ എനിക്ക് അനുഗ്രഹമായത്. കുട്ടി, ഒരാളുടെ സങ്കടങ്ങളിൽ കണ്ണീരൊഴുക്കുക എന്നതല്ല, കണ്ണീരൊപ്പുക എന്നതാണ് സന്ദർഭാനുസൃത കർമ്മം. അത് അല്പമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ
എനിക്ക് സന്തോഷമുണ്ട്. ഒപ്പം വിവേകം നഷ്ടപ്പെട്ടവരുടെ നിസ്സഹായത ആ ചെറുപ്പക്കാരുടെ മുഖത്ത് കണ്ടതും മറക്കാനാവില്ല. ഒരു സഹോദരിയുടെ സ്ഥാനം മനസ്സിൽ സൂക്ഷിക്കാൻ കാലം അവരെ അനുവദിച്ചതുമില്ല. എന്നെ കൊണ്ടുപോകാൻ സന്ദീപ് വരാമെന്ന് പറഞ്ഞതാണ്. ഓഹോ, കൂട്ടുകാരുമൊത്തുള്ള കമ്പൈൻ സ്റ്റഡി നഷ്ടമാവണ്ട എന്നോർത്ത് വരണ്ടാന്ന് പറഞ്ഞതാണ് ഞാൻ. ആ ഇതാ മാഷേ, വീടെത്തി. ആ എന്നാ ഞാനും വരാം വീട് വരെ. അയ്യോ വേണ്ട സാർ, സാറിനെ ഇനിയും ബുദ്ധിമുട്ടിക്കില്ല ഞാൻ. അതാ അമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എങ്കിൽ ശരി, കുട്ടി വീട്ടിൽ കയറിയിട്ടേ ഈ ഓട്ടോ സ്റ്റാർട്ടാക്കൂ. ഓ ആ വാവ കരയല്ലേ, വാവ കരയല്ലേ, വാവോ വാവ കരയല്ലേ, വാവ കരയണ്ടാട്ടോ. അയ്യയ്യോ, വെറുതെ അല്ല കുട്ടി കരയുന്നത്. എടി കീത്തു, ഇങ്ങനെയാണ് കുട്ടിയുടെ കരച്ചിൽ മാറ്റുന്നത്. ദാ, ഇങ്ങോട്ട് വാ. പതുക്കെ പതുക്കെ കൊടുത്താ. ആഹാ, എത്ര പെട്ടെന്ന് മോൻ കരച്ചിൽ നിർത്തിയത്. മഹിയേട്ടനാണെങ്കിൽ മോന്റെ കരച്ചിലിനേക്കാൾ വലിയ ബഹളം വെച്ച് എന്റെ അടുത്തേക്ക് ഓടി വരാറാ പതിവ്. ഇതുവരെ ഞാനായിരുന്നു ഇവളുടെ കൺകണ്ട ദൈവം. ഇപ്പൊ കാലം മാറി, കഥയും മാറി. എനിക്ക് നല്ല വിശപ്പുണ്ട്. 1 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന പതിവൊക്കെ തെറ്റിയോടെ. മഹിയേട്ടൻ പോയ ശേഷം ഇവിടെ എല്ലാവർക്കും യാന്ത്രിക ജീവിതമായിരുന്നു. പരാതിയോ പരിഭവമോ സ്നേഹമോ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ഏട്ടൻ വന്നു, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയ പോലെ. പക്ഷേ മഹിയേട്ട, നമ്മുടെ മോന് രക്തബന്ധത്തിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് സ്നേഹം, കരുതൽ ഒക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം കൂടുകയില്ല ഗിരി. എല്ലാം നല്ലതിനാണ് എന്ന് നമുക്ക് സമാധാനിക്കാം, അല്ലേ ഏടത്തി? അതെ, ഏട്ടന്റെ വധുവായി, അച്ഛന്റെ മറ്റൊരു മകളായി, നിങ്ങളുടെയൊക്കെ ഏട്ടത്തിയായി ഈ വീട്ടിലേക്ക് കയറി വരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം ഇവിടെ ബാക്കി വെക്കുകയാണ് ഞാൻ. ആ ഏടത്തി, ഇപ്പോൾ പറഞ്ഞ എല്ലാ റോളും ഇവിടെ ഒരാൾക്കേ ചെയ്യാൻ പറ്റൂ. അവരാണ് നന്ദേച്ചി എന്ന ഈ വൈകി വന്ന വസന്തം. ഏട്ടാ ഏട്ടാ, അച്ഛൻ ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയതല്ലേ. എത്ര സമയമായി പോയിട്ട്? ഞാൻ 3 തവണ വിളിച്ചു, എന്നിട്ടും. അല്ല കിത്തു, വാപ്പച്ചി ഇങ്ങോട്ടാണല്ലോ വരുന്നത്. വാപ്പച്ചിയെ. എന്താ മോളുട്ടിയെ? അച്ഛൻ മാധവനെ കാണാൻ ആസ്പത്രിയിൽ പോയതാ. ഇവിടെ മക്കള് വന്ന സന്തോഷം നേരിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എത്തും. പിന്നെ എല്ലാം റെഡിയാക്കി വെക്കാനും പറഞ്ഞിരിക്കണം. എന്നാലും മഹിയെ, എത്ര കാലായടാ കള്ള അന്നെ ഞമ്മളൊന്ന് കണ്ടിട്ട്. ഈ അങ്ങ് തടിച്ച് കോത്തിക്കിട്ടടാ ഈ. അതുപോട്ടെ, എവിടെടാ ഈ ബാപ്പച്ചീന്റെ മരുവോള്? ആളിവിടെ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് വാമോ. ഇത് ബാപ്പച്ചീന്റെ മക ചെറിയൊരു സമ്മാന. മോളെ, ഈ ബാപ്പച്ചിക്ക് മക്കളില്ല. നിങ്ങളൊക്കെ തന്നെയാ ബാപ്പച്ചീന്റെ മക്കള്. ഇപ്പോ ബാപ്പച്ചിക്ക് ഒരു മോളെയും കൂടി പഠിച്ചോന്ന് തന്നു. സന്തോഷായി നമുക്ക്. മാസ്റ്റർ എത്തിയേട്ടാ. അച്ഛൻ എന്തേ വൈകി? മോളെ, മാധവട്ടൻ ഡിസ്ചാർജ് ആയി. വീട്ടിൽ വിട്ടിട്ടാണ് ഞാൻ വരുന്നത്. കുളി കഴിഞ്ഞാലേ മൂപ്പര് ഉടനെ ഇവിടെ എത്തും. നാളെ ശാരദയുടെ ശ്രാദ്ധ ദിവസത്തിന് അദ്ദേഹവും ഉണ്ടാവും. എന്നും ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനം നൽകിയിരുന്നു ശാരദ അദ്ദേഹത്തിനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അച്ഛൻ ആഗ്രഹിച്ചു. ഞാൻ മാധവനും കൂട്ടി പെട്ടെന്ന് നിങ്ങൾ വരാം. എന്തേ? ആയിക്കോട്ടെ, വൈകരുതേ. ശരി ശരി. മഹി, അടുത്ത 23-ാം തീയതി ഇവിടെ ഒരു വിശേഷവും കൂടിയുണ്ട്. കീത്തുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ട് വരികയാണ്. അച്ഛാ, ഗിരിയേട്ടൻ്റെത് ആദ്യം നടക്കട്ടെ. എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛാ. അച്ഛൻ വാക്ക് കൊടുത്തു, നീ സമ്മതിച്ചേ പറ്റൂ. ഇതാ പയ്യന്റെ ഫോട്ടോ. കണ്ടിട്ട് തരക്കേട്ടില്ലെന്ന് തോന്നുന്നു, അല്ലേ മയ്യേട്ടാ? കീത്തു, ഇതാ ഫോട്ടോ നോക്ക്. വേണ്ട, എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് വേണ്ടാത്തത്? ഏട്ടത്തിയ മോനെ പെട്ടെന്ന് വിട്ടുപോകാൻ വയ്യ എനിക്ക്. കീത്തു, അതൊരു കാരണമല്ലല്ലോ. അവന്റെ പേരറിയോ ഏട്ടന്? രാജേഷ്, അല്ല സോറി, രമേശ്. രമേശ് എന്നാണ് അവന്റെ പേര്. എവിടെ?
എവിടെ ഫോട്ടോ? ഞാനൊന്ന് കാണട്ടെ. മഹിയേട്ടാ, പെണ്ണിന്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ? മഹിയേട്ടാ, ഇതാ ഫോട്ടോ. ഏട്ടാ കാണണ്ടെന്ന് പറഞ്ഞിട്ട് മഹിയേട്ടാ, കളിപ്പിക്കാണ്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കണുണ്ടോ? പാവം. ഇതാ കണ്ടോളൂ. അല്ല, എങ്ങോട്ടാ ഓടുന്നത്? ഈ ഫോട്ടോ തന്നേക്കോ, അവർക്ക് തിരിച്ചു കൊടുക്കട്ടെ. ഒന്ന് പോയേട്ടാ. ഗീതു, നീ കൊതിച്ചതും അച്ഛൻ വിധിച്ചതും ഞങ്ങൾ ആഗ്രഹിച്ചതും ഒന്നു തന്നെയാണ്. അതാണ് നിന്റെ ഭാഗ്യവും. ഈ ഒരു നാടകം നിന്നെ ഞെട്ടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അത് വേണ്ടായിരുന്നു ഏട്ടാ. മോളെ, വിധി ബാക്കി വെച്ചു പോയ അച്ഛന്റെ ശിഷ്ട ജീവിതത്തിനുള്ളിൽ അനുഷ്ഠിക്കേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. കർമ്മയോഗം എന്ന ഈ സമസ്യ പൂർത്തിയാക്കാൻ ഇത്തിരി ആയുസ്സുകൂടി നീട്ടിക്കിട്ടണമേ എന്നൊരു പ്രാർത്ഥനയേ അച്ഛനുള്ളൂ. അച്ഛാ, അതാ മാധവേട്ടനും മൊയ്തിക്കയും എത്തിയല്ലോ. മഹി, ഒന്ന് അങ്ങോട്ട് ചെല്ലൂ. ശരി അച്ഛാ. മോളെ നന്ദേ, ഗിരി ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചോളൂ. ശരി അച്ഛാ. നമുക്കൊരു പിടി പിടിക്കാനോ? എല്ലാം കലങ്ങി തെളിഞ്ഞു പറിച്ചോലെ, നന്നായി. കർമ്മയോഗം നാടകം സമാപിക്കുന്നു. രചന NM പത്മിനി ചെട്ടിക്കുളം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: രാഘവൻ മാസ്റ്റർ മങ്കയം രാഘവൻ, മൊയ്തീൻ മുഹമ്മദ് പേരാമ്പ്ര, മഹി വിനോദ് കീഴേടത്ത്, ഗിരി രവിശങ്കർ ബേപ്പൂർ, കീർത്തന EV സിന്ധു, രാജേഷ് നീരജ് കെ, ചെറുപ്പക്കാർ അവിനാഷ് കാവാട്ട്, E ഭവിത്ലാൽ, സുനന്ദ സജ്ന സുഗന്ധി, സംഗീത സുരാഗി കെ, സന്ദീപ് അഖിൽജിത്ത് ഷാജു. സംവിധാനം മാത്യു ജോസഫ്. സഹായം P നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.